എല്ലാവരും സുഖമായിരിക്കണല്ലോ. വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ഞങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയാണെങ്കിൽ അത് അഭിപ്രായങ്ങളൊക്കെ പതിവ് പോലെ അറിയിക്കണം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു അരമണിക്കൂറും കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ് ചെയ്യണത്. അതായത് ഒരു കളർഫുൾ തോരൻ. നമ്മുടെ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, സവോള ഉള്ളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതെല്ലാം ചേർത്തിട്ട് തേങ്ങയും ചേർത്തുള്ള ഒരു തട്ടിക്കൂട്ട് തോരനാണ് തയ്യാറാക്കുന്നത്. നിങ്ങളെല്ലാവരും ഒക്കെ ഇത് പരീക്ഷിക്കുന്നതായിരിക്കുമെന്ന് എനിക്കറിയാം. കോമൺ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പ് കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം അത് വെച്ച് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പതിവ് പോലെ അറിയിക്കുക. ഞങ്ങൾ പോയി തുടങ്ങട്ടെ. ക്യാബേജും ഒരു സ്വല്പം ക്യാരറ്റും ബീൻസും സവോള ഉള്ളി എല്ലാം ചേർത്തുള്ള ഒരു തോരൻ, തേങ്ങയിട്ടുള്ള തോരൻ. അതിനായിട്ട് ഞാൻ ഒരു ക്യാബേജിന്റെ പകുതിയാണ് എടുത്തത്. അതിന്റെ പകുതി ഭാഗം ഞാൻ ഓൾറെഡി ഇതിൽ കൊത്തി അരിഞ്ഞു വെച്ചു. അപ്പൊ ജസ്റ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയണം, നമ്മുടെ മെത്തേഡിൽ അരിയണം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു കൊടുക്കാന്നോർത്ത് ഒരു കുറച്ച് ഭാഗം ഇവിടെ വെച്ചതാ. അപ്പൊ ഞാൻ അരിയണം എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. നമ്മൾ കത്തി കൊണ്ടാട്ടോ അരിയണത്. ഞാൻ വെറുതെ കൊത്തി അരിയുക. എടുക്കട്ടെ, അരിയട്ടെ. ഇങ്ങനെ ചുമ്മാ കൊത്തുക. അതെ ഇങ്ങനെ വീക്കട മൊത്തം. എന്നിട്ട് തളിരി പോലെ എങ്ങനെ അരിഞ്ഞെടുക്കുക. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ മെത്തേഡ് ഞാൻ പറഞ്ഞെന്നുള്ളത് നോക്കിക്കോ. ഇങ്ങനെ നല്ല മൂർച്ചയുള്ള കത്തി അരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തളിരി പോലെ വീണോളൂ. കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ കൊത്തണ ഭാഗം ഇങ്ങനെ അത് ഇതായി അരിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കൊത്തി വിടണം. എന്നാലേ തളിരി പോലെ അരിയാൻ പറ്റുള്ളൂ കേട്ടോ. ഈ കപ്പഞ്ഞയൊക്കെ നമ്മൾ അരിയൂലേ, അതുപോലെ പപ്പായ അരിയുമ്പോൾ ഇങ്ങനെ തളരി പോലെ ഇരുന്നാൽ നല്ലത്. അത് കടിക്കുമ്പോഴും ഒരു വളരെ നൈസായിരിക്കും. അല്ലെങ്കിൽ കടുപ്പായിട്ടിരിക്കും. പിന്നെ വേവാനും താമസം വരും കടുപ്പാണെങ്കിൽ. ഇതാകുമ്പോൾ ആവിയിൽ വേവിച്ചെടുക്കണമല്ലേ. പിന്നെ നൈസായിട്ടിരിക്കണതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെ കൊത്തി അരിയണം കേട്ടോ നല്ലത് എപ്പോഴും. ജസ്റ്റ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ മുറിച്ചുള്ള കത്തി അരിക്കണമെന്ന് മാത്രം. കൈ മുറിയരുത്. അത് ഇതർക്കാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. കളർഫുൾ തോരൻ തന്നെ ഇരിക്കട്ടെ അല്ലേ. ഗ്രീനും റെഡും വൈറ്റും എല്ലാം കൂടെ. അങ്ങനെ നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞു. ഒരു പ്ലേറ്റ് ക്യാബേജ് ഒരു ക്വാർട്ടർ പ്ലേറ്റിലേ ഉള്ളൂ. അത് കുറഞ്ഞു പോവും. ഒലത്തി കഴിയുമ്പോൾ പകുതി ഉണ്ടാവുള്ളൂ. ക്യാബേജ്, പിന്നെ ഓരോന്നെ എടുത്ത് ഞാൻ പറയാം. ഒരു കുഞ്ഞ് ക്യാരറ്റ്, ഒരു കുഞ്ഞ് സവോള ഉള്ളി ചെറുതാട്ടോ, ഒരു 2-3 ബീൻസ്, സാധാ ബീൻസ്, കറിക്കെടുക്കണ ബീൻസ്, അത് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത്. പിന്നെ ഒരു കാമുറി തേങ്ങ തേങ്ങ ഇട്ടാൽ നമ്മൾ ഇതിൻ്റെ തോരൻ ഉണ്ടാക്കണം. പിന്നെ പതിവ് വേപ്പില. പിന്നെ എരിവിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കാന്താരിമുളക. അതായത് ഇതേ കാന്താരിമുളക് ഒരു 5-8 എണ്ണം ഞാൻ ഇടികല്ലിൽ ചതച്ചു. ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ചതച്ചെടുത്തതാ കേട്ടോ. അത് നമുക്ക് ചീൻചട്ടിയിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചതെല്ലാം ഒന്നിച്ച് മൂടിപ്പൊത്തി അല്ല ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. എന്നാ ചീൻചട്ടി ഗ്യാസ് ഓൺ ചെയ്യട്ടെ കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ മൂക്കട്ടെ. ഒരു 2-3 തരി കടുക് ഇട്ടേക്കാം. കടുകൊന്ന് പൊട്ടിച്ചേക്കാം. 2-3 തരി അല്ലേ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒക്കെ ചേർക്കാം. ഇഞ്ചി കാന്താരിമുളകും കൂടെ ഇടുവാണ്. ഇഞ്ചിയും കാന്താരിമുളക് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അത് പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങ വേപ്പില ഇടാം. പിന്നെ നമുക്കൊരു പൊടിക്ക് മഞ്ഞപ്പൊടി ഇടണം കേട്ടോ. പൊടിക്ക് അത് ഞാനിടാം. ഈ ഒപ്പം ഇടണം. ഞാനെടുക്കാം. എടുത്ത് വെച്ചിട്ടില്ല. പൊടിക്ക് മതി ഒരു പിഞ്ച്. ഇത് മതി. ഇളക്കി കൊടുക്കുക.
ജസ്റ്റ് പച്ചപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാബേജ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളും ചേർക്കുക. ക്യാരറ്റ്, ബീൻസ്, സവോള ഉള്ളി. ജസ്റ്റ് ഒന്ന് ഇളക്കുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ, തേങ്ങ അടിയിലല്ലേ. എന്നിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മതിയാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ഇല്ലാതെയാണ്. ഒന്ന് മിക്സ് ആക്കട്ടെ ഉപ്പ് ഇതിൻ്റെ കൂടെ. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി വിട്ട് കൊടുക്കണം. പെട്ടെന്ന് വേവും. ഒരു 6-7 മിനിറ്റ് മതി. കഷ്ടി അങ്ങേയറ്റം മാക്സിമം. ഇത്രയൊന്നും വേണ്ടി വരില്ല. ഒരു മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണില്ലല്ലോ നമ്മൾ. അപ്പം അടിയിൽ പിടിച്ചു പോകും ചിലപ്പോൾ പുള്ളിൽ കിടന്ന. അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ട് വെന്തോളൂ കേട്ടോ. അതെ, ഈ കളറെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് കാണാം അല്ലേ. അതായത് വൈറ്റും ഗ്രീനും ഓറഞ്ചും എല്ലാം കൂടെ അല്ലേ മിക്സിങ് ഉള്ളതുകൊണ്ട്. മൂടി വയ്ക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാം തോരൻ. ഈ തോരൻ വളരെ എളുപ്പമാണ്. നമ്മുടെ എല്ലാ കറികളും തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും, എന്നാൽ രുചികരവുമാണ്. അതല്ലേ കറികൾ. അതാണ് നമ്മുടെ കറിയുടെ പ്രത്യേകത. ഇങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിരിക്കണം. നോക്കിക്കേ, ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരാം. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്തു. പാക എരിവ് ഉപ്പും. എരിവ് കുറവാണ്. തോരനാകുമ്പോൾ എരിവ് അങ്ങനെ അധികം പാടില്ലല്ലോ. കാന്താരി മുളകിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഉപ്പും ഒക്കെ പാകം. നമ്മൾ ചേർത്ത ഉപ്പ് കറക്റ്റ് ആയിരുന്നു. ഇത് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ, നല്ല രുചിയുണ്ട്. അത് പിന്നെയും എല്ലാം കൂടെ ചേർന്നൊരു മിക്സ്ഡ് തോരൻ അല്ലേ. ക്യാബേജ് തോരൻ എന്ന് പറയാൻ പറ്റൂല. മെയിൻ ഇൻഗ്രീഡിയന്റ് ക്യാബേജ് ആണെങ്കിലും ക്യാരറ്റും ബീൻസും സവോള എല്ലാം ചേർത്തുള്ള ഒരു മിക്സ്ഡ് തോരൻ അല്ലേ. വെജിറ്റേറിയൻ തോരൻ റെഡി ആയിരിക്കുന്നു. ഇത് അരിഞ്ഞ് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് മതി ഇത് വേവാൻ. അതിൽ കൂടുതൽ സമയവും വേണ്ട. ഇപ്പം പെട്ടെന്ന് തയ്യാറാക്കാം. പിള്ളേർക്കൊക്കെ എല്ലാ വെജിറ്റബിളും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യാം അല്ലേ. പിന്നെ നമുക്ക് ഡിസ്പ്ലേക്ക് എടുത്ത് കളയാം അല്ലേ. അങ്ങനെ നമ്മുടെ രുചികരമായ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് മിക്സ് ചെയ്തിരിക്കുന്ന തോരൻ കിച്ചണിൽ റെഡി ആയിരിക്കുന്നു. അതെ, ഇനി എല്ലാവരും കഴിച്ചാൽ മതി. വളരെ എളുപ്പമായിട്ട് 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോ കറിക്കായിട്ട് ഇനി ഓടേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. ബൈ ബൈ.